കാര്യം ഇതൊരു ഇന്റേണൽ ഇഷ്യൂ ആണ്. സിനിമാ ഫീൽഡിനകത്തുള്ള നമ്മൾ തമ്മിലുള്ള ഇന്റേണൽ ഇഷ്യൂ നമ്മൾ തന്നെ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല സിനിമകൾ പ്രതിഭ ഗോപകുമാർ ഇദ്ദേഹം പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ തന്നെ പരിഹരിക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പരിഹരിക്കും എന്നുള്ളതാണ്. അതല്ലേ, നിങ്ങൾ കുറെ കാലമായിട്ട് ഇന്റേണൽ ഇഷ്യൂ എന്ന് പറയുന്നു. അതായത് ഇപ്പൊ നോക്കുക, മലയാള പ്രേക്ഷകന്റെ നിലവാര തകർച്ച, ഞാൻ അങ്ങനെ പറയുള്ളൂ. മലയാള പ്രേക്ഷകൻ നിലവാര തകർച്ച എന്തുകൊണ്ട്? അത് അസോസിയേഷൻ കൊണ്ടല്ലോ, നല്ല പ്രതിഭകൾ വരാത്തോണ്ടല്ലേ. പ്രതിഭകൾ മാത്രം, നല്ല സിനിമ ഇല്ലാത്തതുകൊണ്ട് അവരെ ഫീഡ് ചെയ്ത് നിലവാരം താഴേക്ക് വന്നു. നല്ല സിനിമകൾ ഇല്ലാന്ന് എങ്ങനെ പറയും? ഇവിടെ നല്ല സിനിമകൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ചെറുപ്പക്കാര്, ഞാൻ തെറ്റ് പറയുന്നില്ല, ശരിയും പറഞ്ഞില്ല, സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിന് മുമ്പ് ക്യൂ നിൽക്കുന്നു. ആരുടെ കുഴപ്പമാണ്? അത് നല്ല സിനിമ കാണാൻ വേണ്ടി ആരുടെ കുഴപ്പമാണ്? ഞാൻ പറയുന്നത് നല്ല സിനിമ കാണാൻ വേണ്ടിയിട്ടല്ല. ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു മൈലേജ് കിട്ടി, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ പോകുന്നത്. ഞാൻ സാറിനോട് ചോദിക്കട്ടെ, ഇതിനെ വളരെ ശോചനീയമായ പല കാര്യങ്ങളും കാണാൻ ആൾക്കാർ പോകുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയാണോ? അല്ല, എന്റർടൈൻമെന്റ് ആണ്. സമ്മതിച്ചു കൊടുക്കും, സന്തോഷ് പണ്ഡിറ്റ് അതൊരു എന്റർടൈൻമെന്റ് ആക്കി നന്നായി വിട്ടിക്കും അതിന് എന്നും പറഞ്ഞ്. നല്ല സിനിമകൾ അവിടെ നിന്നൊന്നല്ല, നല്ല സിനിമകൾ ഇനിയും വരും. പണിപ്പുരയിൽ എത്രയോ യങ്സ്റ്റേഴ്സ്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ മുതൽ ഇപ്പോഴും സിനിമ തിരക്കഥകൾ എഴുതുകയും നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനെ കാണാതെ പ്രതിഭകളില്ലേ ഒന്ന് ചോദിക്കും. ആദ്യം ഒരു പ്രതിഭയുള്ളൂ, താൻ മാത്രമാണ്. ഉള്ള കാര്യം മനസ്സിലാക്കി. നന്നാക്കിയാൽ മതി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മുടെ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന് എവിടെ നിന്നെങ്കിലും തക്കാളിയേറോ മുട്ടയേറോ ഉണ്ടായിട്ടുണ്ടോ? ഉദ്ഘാടനം ചെയ്യാൻ പോയ പല സ്ഥലങ്ങളൊന്നും ചോദിച്ചാൽ സാർ എവിടെ ഉണ്ടായിട്ടുണ്ട്? സാറിനൊന്ന് തെളിയിക്കാമോ? എവിടെ നിന്നെങ്കിലും തക്കാളി എറിഞ്ഞായിട്ട് സാറിനൊന്ന് തെളിയിക്കാമോ? ഈ പടമല്ല ഇപ്പൊ പെട്ടിയിലിരിക്കുക, ബാക്കി എല്ലാ പടങ്ങളും ഓടി ആൾക്കാരുടെ പൈസ എല്ലാം അങ്ങ് പോവുക. അല്ല, ദീപാവലിക്ക് വിജയുടെ മറ്റുള്ള സിനിമയെ പേടിച്ചൊന്നും ഇറക്കിയില്ല. തനിയാവർത്തനവും എല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മള് കഥയും തനിയാവർത്തനവും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന മോഹൻലാലിനെ മമ്മൂട്ടിയെ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ എത്ര പേർക്ക് അധികാരമുണ്ട് ഇവിടെ? നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടു? പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? എത്ര പേര്? എത്ര ഗംഭീരമായ സിനിമയാണ്. അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ട് ഫിലിമാണ്. എന്തോ എവിടെ നിങ്ങൾക്ക് എത്ര ഉറപ്പിലാണ് നിങ്ങളത് പറയുന്നത്? നമുക്കറിയാം. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ മികച്ച സിനിമകൾ മുൻനിരയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മുൻനിര സിനിമ ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ ഒരു സിനിമ ഓസ്കാറിൽ പോയിരിക്കണം, ആദാമിന്റെ മകൻ അബു. അപ്പൊ മലയാള സിനിമ എന്നും അതാ നമ്മളെ സിനിമ ഈ അതെ സലീംകുമാർ എന്ന് പറയുന്ന നടനെ എത്ര പേര് പുച്ഛിച്ചു തള്ളി. ഈ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള വ്യക്തികൾ തന്നെ അംഗീകരിച്ചോ? എന്നിട്ട് ഓസ്കാർ അവാർഡിൽ നിങ്ങളെ പോലുള്ള ആര് പറഞ്ഞു ആദ്യം എത്ര ഫ്രണ്ടാ റിലീസ് ചെയ്ത്? എത്ര ഫ്രണ്ടില്ല? 50 സ്റ്റേഷനോ ആദ്യം ഓടിച്ചത്. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോഴേ ഈ ഒന്നുമില്ല, ആളില്ല കാണാൻ. പിന്നെ ഇവിടെ ജനം കാണാൻ പോകുന്നുണ്ട്. പിന്നെ അതില് ഇപ്പോ നല്ല സിനിമ ഭാഷ ഏതായിരുന്നാലും നല്ല സിനിമയും നല്ല പ്രതിഭയും. ഒരു മിനിറ്റ് സാബു, അന്യഭാഷാ ചിത്രങ്ങളെ ഇവിടെ വിലക്കണം എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. ആര് പറയുന്നത്? ഈ പറഞ്ഞ മലയാളി എപ്പോഴും ഈ വിശ്വസാഹിത്യത്തെയും സിനിമയെയും വരവേറ്റവരാണ്. എന്തുകൊണ്ടാണ്? അതായത് മലയാള സിനിമയിൽ 2-3 പ്രൊഡ്യൂസർക്ക് പണം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട്, തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് ഇവർ ശഠിക്കുന്നത്. താങ്കൾ അങ്ങനെ ഒരു കലാകാരത്തിൽ താങ്കൾ വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് തന്നെ പറയാം. അതായത് ആദ്യം ഉണ്ടാകേണ്ട കഥയാണ്. ആ കഥയ്ക്കനുസരിച്ച് ഉള്ള പിന്നെ ആളുകളെയാണ് അതിൽ അഭിനയിക്കാൻ വിളിക്കേണ്ടത്. അതാണ് ഞാൻ ചെയ്തത്.
ആദ്യം നല്ല എഴുതി നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സിനിമ വിജയിച്ചത്. അതുകൊണ്ടാണ് വിചാരിച്ചത്. അതാണ് ഈ മലയാള സിനിമയുടെ എല്ലാ മൈക്ക് ചേർത്ത് പിടിച്ച് സംസാരിച്ചതിനെ കേൾക്കുന്നുണ്ടോ? എന്താ പ്രശ്നം? സന്തോഷില്ല. ഞാൻ സന്തോഷിന്റെ സിനിമ കണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് സന്തോഷിന്റെ സിനിമ വെച്ച് ഞാൻ കമന്റ് പറയുന്നില്ല. പക്ഷേ സന്തോഷം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് സന്തോഷം ഒരു ചോദ്യചിഹ്നമാണ്. ഇവർ ഇത് സന്തോഷം ഇവിടെ ആവശ്യപ്പെടുന്നത് തിരുത്തലുകൾ ആവശ്യമുണ്ട്. മലയാള സിനിമയിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട്. അത് സന്തോഷം ആവർത്തിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോടുള്ള പ്രതിഷേധമാണ് സന്തോഷിന്റെ സിനിമ കണ്ട് ഈ തിയേറ്ററിലെ ഈ പ്രേക്ഷകര് ഇവിടെ രേഖപ്പെടുന്നത്. ഈ കൂട്ടുകൂടികളൊക്കെ നിങ്ങളോടാണ് കൂട്ടുകൂടികൾ. തിരുത്തലുകൾ നിങ്ങളാണ് വരുത്തേണ്ടത്. പറഞ്ഞു കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? നിങ്ങൾ ഈ പറയണ പോലുള്ള ഹിറ്റൊന്നും അല്ല പണം. അത്രേ ഉള്ളൂ. ഇറങ്ങിയ മറ്റു പടങ്ങളുടെ സ്വാഭാവികമായിട്ടും ഈ ചർച്ചയുടെ ഒരു മുഖ്യധാരയിലേക്ക് ഇയാൾ കടന്നു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മലയാള സിനിമയുടെ ഒരു അപജയത്തെ കുറിച്ചുള്ള ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ഇതിനെ ഒരു അപജയമായിട്ട് കണ്ടുകൊണ്ട് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതാണ് ഞാൻ ബുദ്ധിയുള്ളവരാണെന്ന് ആദ്യം പറഞ്ഞു. ഈ അപജയം എന്തായാലും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ടെക്നിക്കലി ഒരു പെർഫെക്റ്റ് അല്ലാത്ത ഒരു പടത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് അവര്. അങ്ങനെ ഒരു മാനദണ്ഡം ഇപ്പൊ ഇതുവരെ എനിക്ക് സെൻസർ ബോർഡിന് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. നടപ്പിൽ വരുത്തണം. പറ്റില്ല. അത് നടപ്പിൽ വരുത്തണം. പുള്ളിക്കാരൻ ആരാണെന്ന് വെച്ച തരത്തിൽ ചോദിക്കുകയാണ്. സന്തോഷം. ഒരു കാര്യം, താൻ നല്ല മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? എല്ലാ സിനിമകളുണ്ട്. എല്ലാ സിനിമ എനിക്ക് മലയാള സൈക്കോളജി അതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ ഒരു സിനിമ ഞാൻ ജനങ്ങളിലേക്ക് കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വളരെ വ്യത്യസ്തം. എന്താ വ്യത്യസ്തം? ഇത്രയേ ഉള്ളൂ. രണ്ട് മതക്കാർ തമ്മിൽ മാരേജ് ചെയ്യുകയും അവർ രണ്ട് മതത്തിൽ ഞാൻ പറയട്ടെ ആ സ്റ്റോറിയിലേക്ക് പറഞ്ഞു. ഇവരിപ്പോ ഇത്രയും കാലം അല്ലല്ല ഞാൻ പറയട്ടെ അത് എന്താണ് മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം. അവർ ഞങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോഴും ഇതിൽ ഏതെങ്കിലും ആൾ പെട്ടെന്ന് മരിച്ചു പോയാൽ ഈ രണ്ട് മതക്കാരും ആ ശവം ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള പ്രശ്നമാണ് കൃഷ്ണരാജ സിനിമ കണ്ട. അതാണ് കൃഷ്ണരാജ. ഈ പാട്ടുണ്ടായിരുന്നു മറ്റേ ആദ്യ രാത്രി. പാട്ട് അതിൽ 8 ഉണ്ടാവും. ഇതാണ് പാട്ട് 8 പാട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയിലെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് പ്രയാസം തോന്നുന്ന ഒരു കാര്യമാണ്. ഇതല്ല, ഈ ത്രെഡ് വളരെ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ മാരേജ് നടക്കുന്നുണ്ട്. അല്ല അതാണ് ഈ സിനിമ. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഇത്ര നേരം തമാശ ഞാൻ പറയുന്നു. ഇവരെ ആക്സെപ്റ്റ് ചെയ്താലില്ലെങ്കിലും ഒരു കാര്യം സീരിയസ് ആയി പറയട്ടെ. മലയാള സിനിമയ്ക്ക് ഇപ്പൊ നമ്മൾ എത്രയോ കോടിയോളം 1 കോടി രൂപയോളൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിന് ചെലവഴിക്കുന്നുണ്ട്. എന്റെ എതിർക്കുന്നവരോട് മനസ്സിലാക്കാം. വളരെ ചുരുങ്ങിയ ചെലവ് നമുക്ക് ഇന്റർനെറ്റ് പോലത്തെ മാധ്യമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തല്ല, ഞാൻ സ്വയം ബോധ്യപ്പെട്ടാണ്. ഞാൻ സീരിയസ് ആയിട്ടാണ്. ദയവേത് ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് വെറും ഒരു 60,000-70,000 രൂപയുടെ പോസ്റ്റാണ് ഞാൻ അവിടെ ഇവിടെ ഒട്ടിച്ചത്. അപ്പൊ എനിക്ക് കിട്ടിയ തിയേറ്റർ അത്ര മാത്രമായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഒന്നതാണ്. അതായത് മീൻസ് നമ്മൾ ചെലവ് ചുരുക്കുക. ഇവരെല്ലാവരുടെയും പറഞ്ഞതിന്റെ ഒരു ഉത്തരം ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ തിയേറ്ററിന്റെ ഇവർ സൈഡിൽ ഇവർ പറയുന്നത് ശരിയാണ്. മീൻസ് വല്ലാതെ ഇത് വരുമ്പോൾ അവർക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ റിട്ടേൺ കിട്ടണം. അതേ അപ്പൊ ഇവർ പറയുന്നു പ്രതിസന്ധി ഇല്ല. അത് പ്രതിസന്ധി ഇല്ല എന്ന് ആരാണ് പറയുന്നത്? നിങ്ങൾ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കൂ. ദാറ്റ് ഈസ് അവരൊന്നുകിൽ സംവിധായകനാവാം, അവരൊന്നില്ലെങ്കിൽ നടനാവാം, അല്ലെങ്കിൽ നടിയാവാം. ഇവർക്കൊന്നും കറക്റ്റായിട്ട് പ്രതിഫലം കിട്ടും. ആ പാവ നിർമ്മാതാവ് മാത്രമാണ് കുത്തോല എടുക്കുന്നത്. നിങ്ങൾ സത്യം വെച്ചാൽ അവരോട് ചോദിക്കും നിങ്ങൾ. എങ്കിൽ ഒരു നിർമ്മാതാവും വിതരണക്കാരന് മാത്രമേ അതിന് സത്യം പറയാൻ പറ്റൂ. മറ്റുള്ളവർക്ക് എന്ത് പ്രതിസന്ധി? അവർക്ക് പറയും ഒരു പ്രതിസന്ധിയില്ല, അവർക്ക് കറക്റ്റ് പൈസ കിട്ടുന്നുണ്ട്. പാവ ആ നിർമ്മാതാവിന്റെ അവസ്ഥ സാർ ആലോചിച്ചു. ഓക്കെ ശരി, സന്തോഷം. തന്നെ ഒരു പാട്ട് പാടി ഞങ്ങൾ അവസാനിപ്പിക്കുക. അതാണ് നല്ലത്. മ്യൂസിക് ഇസ് ദ നെയിം ഓഫ് puppy, your name is love. Kissing is the part of love. Marrying is the result of love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love. Puppy, your name is love. Don't love a cheating heart when you feel that seed. Don't cheat a lovable heart when you feel that love. രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി ജന്മം പുനർജന്മം
നീ എന്നും കാമാക്ഷി